ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കീഴിൽ ഒരു സൈന്യം പോയി ബൈത്തുൽ മഖ്ദിസ് അന്ന് കീഴടക്കി. അങ്ങനെ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയിട്ട്, അതായത് ഇന്നത്തെ ഫലസ്തീൻ, ബൈത്തുൽ മഖ്ദിസിന്റെ ചാവി അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു, ഞാൻ നൽകുക നിങ്ങളുടെ അമീറിന് അഥവാ ഖലീഫക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഉബൈദ ഇത് എഴുതി അറിയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു അടിമയെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് വരികയാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് അന്നത്തെ ഷാം ഫലസ്തീനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ചാല് പോലെ വെള്ളത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ അടിമയും കൂട്ടി വരുമ്പോൾ ചില സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കും, ചില സമയത്ത് അടിമയെ ഇരുത്തി ഉമർ റളിയല്ലാഹു നടക്കും, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഈ വെള്ളത്തിന്റെ തെറ്റി നടക്കുമ്പോൾ അടിമ ഒട്ടകപ്പുറത്തുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ രാജാവാണ്, ഭരണാധികാരിയാണ്. അതിന്റെ കാലിലെ ചെരുപ്പ് ഷൂസ് അതുപോലെയുള്ളത് എടുത്തിട്ട് തോളിലിട്ട് നനയേണ്ട എന്നുള്ള നിലക്ക് അത് തോളിലിട്ടിട്ട് ഈ വസ്ത്രം കയറ്റി പിടിച്ചിട്ട് നടന്നു വരികയാണ്, നടന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഇവിടുത്തെ പുരോഹിതന്മാരും കുറച്ച് ആളുകൾക്ക് ചോദിച്ചു, ആ ഒട്ടകപ്പുറത്തുള്ളതാണോ നിങ്ങൾ ഖലീഫ എന്ന് ചോദിച്ചു. പറഞ്ഞു അതല്ല, ഞങ്ങൾ ഖലീഫ താഴത്ത് നടന്നു വരുന്ന ആ ചെരുപ്പിട്ട് നടന്നു വരുന്ന ആളാണ് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതൊരു അത്രക്കൊരു വിഷമായി. കാരണം ഖലീഫയാണ്, ഒന്നുകൂടി നല്ല ഗാംഭീര്യത്തിൽ വരണമായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വന്ന് നിങ്ങളൊന്നുകൂടി നല്ല ഇതിൽ വരാറുന്നില്ലേ? റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നഹ്നു ഖൗമുൻ, നമ്മൾ ഒരു സമൂഹമായിരുന്നു, ഇന്നാ കുന്ന അദല്ല ഖൗമിൻ, നമ്മൾ നിന്ദ്യരായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. അല്ലാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. അതിനു മുമ്പേ കല്ലിനെയും മരത്തിനെയും ശവത്തിനെയും ഒക്കെ ആരാധിച്ചിരുന്നവർ ഏകനായ ഇലാഹുണ്ട്, റബ്ബുണ്ട്, അല്ലാഹു ആണ് അത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ മദ്യവും വ്യഭിചാരവുമായി മുഴുകിയിരുന്ന ആളുകൾ അതെല്ലാം വിട്ട് ഏറ്റവും നല്ല ചാരിത്രശുദ്ധിയുള്ള ഏറ്റവും നല്ല ഇജ്ജത്തുള്ള ആളുകളായി മാറി. ഇസ്ലാം കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത്, അല്ലാതെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അല്ല. വേറൊന്നിലേക്ക് നമ്മൾ ആ ഇജ്ജത്ത് തേടിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു പിന്നെയും നമ്മൾ നിന്ദിക്കുന്നു പറഞ്ഞു. നമ്മൾ പറഞ്ഞ വാക്കാണ്.